മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകൾ. വ്യത്യസ്ത ജോണറിൽ പല സംവിധായകർക്കൊപ്പം ലാലേട്ടൻ തന്റെ അഭിനയത്തിന്റെ 48 വർഷങ്ങൾക്കിപ്പുറവും സിനിമയിൽ വിസ്മയം തീർക്കുകയാണ്. മോഹൻലാൽ നായകനായി ഒരുപിടി വമ്പൻ ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മലയാളം ഇൻഡസ്ട്രിക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപിടി നല്ല ചിത്രങ്ങളുമായാണ് ഇനി ലാലേട്ടന്റെ വരവ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രഖ്യാപിച്ച സിനിമകളെയെല്ലാം ചേർത്ത് മോഹൻലാൽ തന്നെയാണ് താൻ നായകനായി എത്തുന്ന 7 സിനിമകളുടെ വിവരങ്ങളും ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. യുവ സംവിധായകരുടെ ചിത്രങ്ങളടക്കം ഈ ലിസ്റ്റിലുണ്ട്. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ജിത്തു ജോസഫ് എന്നിവരുമായി നേരത്തെ തന്നെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ മോഹൻലാൽ ഇവരെ കൂടാതെ വിഷ്ണു മോഹൻ, അനൂപ് സത്യൻ, ദിലീഷ് പോത്തൻ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവരുടെ ചിത്രങ്ങളിലും നായകനായി എത്തുന്നുണ്ട്. പ്രിയദർശനും സത്യൻ അന്തിക്കാടും ലാലേട്ടനുമായി എത്തുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരാവേശമാണ്. പണ്ട് തൊട്ടേ മലയാളികളുടെ ഇഷ്ട കോംബോകളായിരുന്നു ഇവർ. വിന്റേജ് ലാലേട്ടന്റെ ഒരുപാട് ജനപ്രിയ കഥാപാത്രങ്ങൾ ഇവരുടെ സിനിമകളുടെ സംഭാവനയായിരുന്നു. ദൃശ്യം ഫ്രാഞ്ചൈസിയിലൂടെ ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയതാണ്. ഇനിയും ഈ കോംബോയിൽ സിനിമകളെത്തുമ്പോൾ മോഹൻലാൽ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ്. അനൂപ് സത്യൻ, വിഷ്ണു മോഹൻ, ദിലീഷ് പോത്തൻ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവർക്കൊപ്പം ആദ്യമായാണ് മോഹൻലാൽ നായകവേഷത്തിലെത്താനൊരുങ്ങുന്നത്. ദിലീഷ് പോത്തൻ ഒരുക്കുന്ന നെടുംകണ്ടം മിറക്കിൾ മാത്രമാണ് ടൈറ്റിൽ പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ളവരുടെ സിനിമകളുടെ വിശേഷം പിന്നാലെയെത്തും. തരുൺ മൂർത്തി തുടരുമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മോഹൻലാലിനെ വച്ചൊരുക്കുന്ന അതിമനോഹരമെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ചിത്രം ഈ വർഷം തന്നെ റിലീസിനെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. മോഹൻലാൽ ഇപ്പോൾ കുറിച്ച 7 സംവിധായകരുടെ സിനിമകളും ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. അണിയറയിൽ ഇനിയും മോഹൻലാലിനായി ഒരുങ്ങുന്ന ചിത്രങ്ങൾ വേറെയുണ്ട്. പല റൈറ്റേഴ്സും സംവിധായകരും അതിനായുള്ള പണിപ്പുരയിലാണ്. ചിദംബരം, ഷാഹി കബീർ, കൃഷാന്ത്, ജിത്തു മാധവൻ എന്നിവർ മോഹൻലാൽ സിനിമകൾ ഒരുക്കുമെന്ന അഭ്യൂഹങ്ങളും നമ്മൾ കേട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചാർട്ടുകളിൽ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ സ്ഥാനം നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ വർഷം മാർച്ചിൽ പുറത്തിറങ്ങിയ എമ്പുരാൻ മുതൽ നോക്കിയാൽ 200 കോടി സിനിമകൾ ഉൾപ്പെടെ 800 കോടിയുടെ നേട്ടം ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനൊക്കെ മുകളിൽ ഇനി വരാനിരിക്കുന്ന സിനിമകൾക്ക് നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷ. പോരാത്തതിന് അഭിനയത്തിൽ ഈ ലാൽ മാജിക് പ്രേക്ഷകർക്ക് മുന്നിൽ പല ഭാവത്തിൽ ഇനിയും വിസ്മയങ്ങൾ തീർക്കാനെത്തുമെന്നതാണ് മലയാളികളുടെ ഭാഗ്യവും അഭിമാനവും.